ഇസ്ലാമിനെ കുറിച്ചൊക്കെ മുസ്ലിം പേരിൽ കുറെ കോഞ്ഞാട്ടകള് മൊയന്തുകള് ആവശ്യമില്ലാത്തൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കും അവൾ അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ കേൾക്കാൻ പോണ എന്തിന് സഹോദര? ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുക്തിവാദിയോ അവൾ ഇസ്ലാമിന് ശത്രുവല്ലേ, ഇസ്ലാമിന് ശത്രു, ഇസ്ലാമിനെ അനുകൂലിച്ച് പറയോ? പിന്നെ എന്തിനത് കേൾക്കണം? പിന്നെ എന്തിനത് ഫോർവേഡ് ചെയ്യണം? അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൽ തന്നെ തെറ്റാണത്. അത് ഷിർക്കിന് വേണ്ടി ഹറാമിന് വേണ്ടി പൈസ ചെലവാക്കിയതിന്റെ ശിക്ഷ കിട്ടും. അതെന്തിനു നിങ്ങൾ കേൾക്കണം? ആർക്കും മറുപടി കൊടുക്കാൻ, ആർക്കും മറുപടി കൊടുക്കാൻ. ദാലികൽ കിതാബ് ലാ റൈബ പരിശുദ്ധമായ ഖുർആൻ സംശയം വേണ്ട, നിസ്സംശയം നിസ്സംശയം അത് വഴികാട്ടിയാണ്. അത് സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാണ്. അതാരാണോ അതിനെ ഇഷ്ടപ്പെട്ടു വരുന്നവർ അവർക്ക് എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുത്ത മഹനീയമായ മഹത് ഗ്രന്ഥമാണ് ഖുർആൻ. അതിൽ സംശയമേ ഇല്ല, അതിൽ വൈരുദ്ധ്യമേ ഇല്ല. പിന്നെ നമ്മൾ എന്തിനു മറുപടി കൊടുക്കണോ? ഞാനോ നിങ്ങളെ മറുപടി കൊടുത്ത ഇവ മുസ്ലിം ആവോ? ആയിരക്കണക്കിന് യൂറോപ്പിലെ മക്കൾ മുസ്ലിം ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ പരട്ടകള് പനങ്കരട്ടികള് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ എന്തിനത് ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ള അത് പറയുന്ന കേൾക്കുസ്താദ്, ഇതൊന്നും പറയുന്ന കേൾക്കുസ്താദ്, ഇതൊക്കെ മറുപടി കൊടുക്കും. ആർക്കും മറുപടി കൊടുക്കാന്, ആർക്കും മറുപടി കൊടുക്കാന്? ഈ മുശ്രിക്കത്തിന്, ഈ കുഫ്രിയത്തിന് എന്ത് മറുപടി? ഇവർക്കെന്ത് മറുപടി? മിണ്ടരുത്. ആ സമയം 10 സലാത്തുള്ള ദിക്റിൽ എന്റെ കൂലി കിട്ടും നമുക്ക്. ഇത് നമ്മൾ ഫോർവേഡ് ചെയ്ത് കേൾക്കുകയും ചെയ്യരുത്. അതൊക്കെ തട്ടി വിട്ടേക്കണം. വല്ലി അത് അവര് വളരാൻ വേണ്ടി ഉള്ള ഒരു പ്രചോദനമാണത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കാര്യം നമ്മൾ അംഗീകരിച്ച പോരെ. നമ്മളതൊക്കെ എന്തിനാ സ്വീകരിക്കാൻ? തട്ടി വിട്ടേക്കണം. അതൊന്നും സ്വീകരിക്കാനേ പാടില്ല, കേൾക്കാനേ പാടില്ല. വല്ലി എന്ന് നമുക്ക് സമയമില്ല. ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. എനിക്ക് സമയമില്ല, എനിക്ക് ജാഹിലിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനും അതിനു വേണ്ടി മറുപടി പറയാനും ഇതിന് നമുക്ക് സമയമില്ല. സലാമുൻ അലൈക്കും. നിങ്ങൾ നിങ്ങളുടെ പണിയൊക്കെ, നമ്മൾ നമ്മുടെ പണിയൊക്കെ. അതാണ് ഖുർആൻ പറഞ്ഞത്. കാരണം അവർക്ക് ഹിദായത്ത് കിട്ടില്ല നല്ല പറഞ്ഞ വാക്കല്ലേ. പിന്നെ നമ്മൾ എന്തിനു വെറുതെ കിടന്ന് നമ്മൾ കഷ്ടപ്പെടാൻ പോണത്? നമ്മൾ കഷ്ടപ്പെട്ട് കാര്യമില്ല. അള്ളാഹ് പറഞ്ഞു ഹിദായത്ത് കിട്ടൂല എന്ന്. പിന്നെ എന്തിന്? ഹിദായത്ത് അല്ലാഹു തആല കൊടുക്കണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവനാണ് അള്ളാഹ് ഹിദായത്ത് കൊടുക്കുക. ഇസ്ലാമിനെ പുച്ഛിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും അധിക്ഷേപിക്കുന്നവരും ഹിദായത്ത് കൊടുക്കൂല. അങ്ങനെ കൊടുത്ത ചരിത്രം ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കണത്. ഇനി അവന്റെ അറിവില്ലായ്മ കൊണ്ട് ഒരു പക്ഷേ ഇസ്ലാമിനെ ആക്ഷേപിച്ചേക്കാം. അവൻ പെട്ടെന്ന് പഠിക്കും, മനസ്സിലാക്കുമ്പോൾ അവൻ ഉടനെ പശ്ചാത്തപിക്കും. അവന് ചിലപ്പോൾ ഹിദായത്ത് കിട്ടിയേക്കാം, അവന് ഹിദായത്ത് കിട്ടിയേക്കാം. പക്ഷെ അതല്ല, ഇസ്ലാമിനെ പരസ്യമായി രഹസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആക്രോശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവർക്ക് നമ്മൾ മറുപടി കൊടുത്തോണ്ടവർക്ക് ഹിദായത്ത് കിട്ടൂല. ഇത് അള്ളാഹ് തന്നെ പറഞ്ഞ കാര്യമാണ്, ഹിദായത്ത് കിട്ടൂല. പിന്നെ അതിനുവേണ്ടി നമ്മൾ സമയം മെനക്കെടാൻ നിൽക്കല്ലേ. അതാണ് നമ്മൾ പറയേണ്ടത്. സമയം നമ്മൾ മെനക്കെടുത്തണ്ട. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് കിട്ടിയ ഹിദായത്ത് അത് പൊട്ടിപ്പോകാതെ പിടിച്ചു വെച്ചോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആലിമീങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ അല്ലാഹു തആല എന്താ വളരെ മൃഗീയമായ നിലയിലാണ് റൂഹിനെ പിടിക്കുന്നത്. മലക്കുകൾ വന്നിട്ട് പറയും, അഖ്രിജൂ അൻഫുസകും, പുറത്തെടുക്കടാ നിന്റെ റൂഹിനെ, വലിച്ചെടുക്കടാ നിന്റെ പുറത്ത്. യൽരിബൂന വുജൂഹഹും വഅദ്ബാറഹും, മുഖത്തും മുതുകത്തും അടിയാണ്, ഭയങ്കരമായ അടിയാണ്. എടുക്ക് പുറത്ത്, വലിച്ചൂരി എടുക്കാണ്. എന്നിട്ട് മലക്കുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തിനാ നിന്നെ ഇത്രത്തോളം മൃഗീയമായ നിലയിൽ ഞങ്ങൾ റൂഹിനെ പിടിക്കുന്ന നിനക്കറിയോ? അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അല്ലാഹു പറയാത്തത് അല്ലാഹുവിന്റെ മേൽ പറഞ്ഞവനല്ലേ. അല്ലാഹു അറിയിക്കാത്തത് അവന്റെ മേൽ അപരാധം പറഞ്ഞ് കെട്ടിച്ചവച്ചവനല്ലേ. പരിശുദ്ധമായ ശരീഅത്ത് അത് വിശാലമാണ്, ലോകർക്കത് മാതൃകയാണ്, സകലമാന മക്കൾക്കും ഉൾക്കൊള്ളാൻ പറ്റിയ മഹനീയമായ മാതൃകയാ, മഹത്തരമായ ഗ്രന്ഥമാണ്. അതിനെ ആക്ഷേപിച്ചവനല്ലേ, അധിക്ഷേപിച്ചവളല്ലേ. അല്ലാഹുവിന്റെ മേൽ അപരാധം പറഞ്ഞവനെ, നിന്റെ ആത്മാവിനെ മൃഗീയമായ നിലയിൽ പിടിക്കാനാണ് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് കൽപ്പിച്ചത്. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്നേ ദിവസം നിനക്ക് നൽകപ്പെടുന്നത് നിന്ദ്യമായ ശിക്ഷയാണ്. എന്താ സംഭവം? കാരണം ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്,
അള്ളാഹുവിനെതിരെ അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തിയവരല്ലേ രാവിലെ ചായ കുടിക്കാൻ കടയിൽ പോയിരുന്നിട്ട് ഇസ്ലാമിക പേരും വെച്ച് യുക്തിവാദി നിരീശ്വരവാദികൾ ഇസ്ലാമിക ശരീഅത്തിനെ അടച്ചാക്ഷേപിക്കുമെങ്കിൽ അവന്റെ റൂഹിനെ പിടിക്കുന്നതും ഈ മൃഗീയമായ കോലത്തിലാണ്. ചില പനങ്കരട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് മീഡിയയിൽ കൊണ്ടിരുത്തും. നല്ല മൊയ്ലിയാക്കന്മാരെ വിളിച്ചിരുത്തൂല, ഇരുത്തോ എന്നാ ഇസ്ലാമിന്റെ ഹക്ക് പറയും. ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ കുറെ ജാരസന്താനങ്ങളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി മീഡിയയിൽ ഇരുത്തിയിട്ട് ഇസ്ലാമിന്റെ നിയമത്തെ കുറിച്ച് ചോദിക്കും. മൂത്രമൊഴിച്ചാൽ കഴിവാത്തവനാ അവന്റെ അടുത്ത് എന്ത് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കാൻ? അതാണ് മീഡിയക്ക് വേണ്ടത്. അല്ലാതെ ഒരു പണ്ഡിതനെ വിളിച്ചുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഇസ്ലാമിക ശരീഅത്ത് വ്യാപിപ്പിക്കാൻ ഏതെങ്കിലും മീഡിയകൾ സമ്മതിക്കോ? സമ്മതിക്കൂല. كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين. كيف يهدي الله എങ്ങനെ ഹിദായത്ത് കിട്ടും? എങ്ങനെ അല്ലാഹ് ഹിദായത്ത് കൊടുക്കും? ഖൗമൻ ഒരു വിഭാഗത്തിന് കഫറു അവൻ നിഷേധിച്ചവനാണ്. ബഅദ ഈമാനിഹിം ഈമാനുള്ളവനായിരുന്നു. ഈമാനുള്ള എത്ര എണ്ണം നിഷേധിച്ച് ഇസ്ലാമിന്റെ ഇതിനെ തകർത്തെറിഞ്ഞ് ഇസ്ലാമിനെ നശിപ്പിക്കാനും തകർക്കാനും വേണ്ടി തേജവധം ചെയ്തുകൊണ്ട് ഓടിപ്പോയി എത്ര പേര്? എത്ര പെണ്ണുങ്ങൾ പോകുന്നു? ശരീഅത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ലേ? എത്ര എണ്ണം പോകുന്നു? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മുസ്ലിം പെണ്ണ് പോയെന്ന് പറയരുത്. മുസ്ലിം പെണ്ണ് പോവോ അബീവേ? കാഫിറായവളാ പോയത്. മുസ്ലിം അതെങ്ങനെ പോകുന്നത്? മുസ്ലിം പെണ്ണ് പോയി. മുസ്ലിം അവള് ശിർക്കിനെ ഇഷ്ടപ്പെട്ടപ്പോൾ അവൾ മുശ്രിക്കത്തായി. കുഫറിനെ ഇഷ്ടപ്പെട്ടപ്പോൾ അവൾ കാഫിറത്തായി. പിന്നെ ഒരു മുസ്ലിം ഒളിച്ചോടി നമ്മൾ എന്തിനാ പറയുന്നത്? അങ്ങനെ പറയരുത്. ആ വാക്ക് തന്നെ തെറ്റാണ്. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത വാക്കാണ്. അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമല്ലേ, കൈഫ യഹ്ദില്ലാഹു ഖൗമാ കഫറൂ ബഅദ ഈമാനിഹിം. ഈമാനുള്ള ഒരു വ്യക്തി ഈമാനിന് ശേഷം അവർ കുഫറിനെ ഇഷ്ടപ്പെട്ടാൽ, അവർ ശിർക്കിനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവർക്ക് എങ്ങനെ വഴികാട്ടും? അവർക്ക് എങ്ങനെയാണ് അല്ലാഹു ഹിദായത്ത് കൊടുക്കുക? കാരണം എന്തേ? വശഹിദൂ അവർ സാക്ഷ്യം വഹിച്ചവരാണ്. അന്നർ റസൂല ഹഖ്ഖുൻ അല്ലാഹുവിന്റെ റസൂൽ സത്യമാണ്, സത്യത്തിന്റെ തിരുദൂതരാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സമസ്ത മണ്ഡലങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തന്ന നേതാവാണ്. നമ്മുടെ അനിഷേധ്യ നേതാവാണ്. നമ്മെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് നയിക്കേണ്ട പ്രവാചകനാണ്. അന്ത്യദൂതനാണ്, തിരുദൂതരാണ്. അല്ലാഹുവിന്റെ വാക്കുകളെ, വചനങ്ങളെ, സത്യസന്ദേശങ്ങളെ ഒരു അണുകിട പോലും വ്യത്യാസമില്ലാതെ ഈ ലോകത്തെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഗുരുഭൂതരാണ്, അധ്യാപകനാണ് ലോകത്തിന്റെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് മനസ്സിലാക്കിയവളല്ലേ മുസ്ലിം പെണ്ണ്? അത് മനസ്സിലാക്കിയവനല്ലേ മുസ്ലിം സഹോദരാ? എന്നിട്ട് നീ ആ ഈമാനിൽ നിന്ന് കുഫറിനെ ഇഷ്ടപ്പെട്ടു പോയാൽ കൈഫ യഹ്ദില്ലാഹ് അല്ലാഹു നിനക്കെങ്ങനെയാണ് ഹിദായത്ത് നൽകുക? എങ്ങനെ തരും? വിശ്വസിച്ചു അല്ലാഹ് ഒരുവനാണ്, റസൂലുള്ളാഹ് ഞങ്ങളുടെ അതല്ലേ പറയുന്നത്. ഇന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വസിറാത്തു ഹഖ്ഖുൻ വൽ മീസാനു ഹഖ്ഖുൻ. എല്ലാം നമ്മൾ ഹഖ് 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 എന്ന് വിശ്വസിച്ചു. ചത്ത് കഴിഞ്ഞ് മണ്ണിനകത്ത് കൊണ്ടിട്ടിട്ട് ഇവനെ ഹഖ് ഹഖ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ദുനിയാവി വെച്ചവ മനസ്സിലാക്കണം ഇത് ഹക്കാണ്, സത്യമാണ്. അങ്ങനെ ഇവന്റെ ഉള്ളിൽ ഇത് ഹക്കാന്ന് അവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവൻ പോവോ? അല്ല ചോദിക്കണം, പോകുന്നവള് പോട്ടെ. അവൾക്ക് അല്ലാഹ് നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. ലൂത്ത് നബിയുടെ ഭാര്യയെ പോലെ, നൂഹ് നബിയുടെ ഭാര്യയെ പോലെ. ലൂത്ത് നബി, നൂഹ് നബി പ്രവാചകനാണ്. പ്രവാചകന്മാരുടെ ഭാര്യ കല്ലിവല്ലി. അവർ മിണ്ടി പോരുതെന്നാ പറഞ്ഞു. അവരെ കുറിച്ച് ചോദിച്ചു പോലും വരുന്നു. വിട്ടേക്കാൻ പറഞ്ഞു അവരുടെ കാര്യം. മോൻ പോയില്ല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. ഞാൻ എങ്ങനെ അവർക്ക് ഹിദായത്ത് കൊടുക്കും? കാരണം അവർ മനസ്സിലാക്കിയവരാണ്. അന്ന റസൂൽ ഹഖ്, റസൂൽ സത്യാണ്, അല്ലാഹ് സത്യാണ്. വജാഅഹുമുൽ ബയ്യിനാത്ത് സകലമാന ദൃഷ്ടാന്തങ്ങളും അവരുടെ മുന്നിൽ തെളിവായി നിൽക്കുകയാണ്. ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവരുടെ മുന്നിലുണ്ടല്ലോ, തെളിവല്ലേ? ആരാണ് ഇതിന്റെ വ്യാഖ്യാതാവ്? ആരാണ് ഇതിന്റെ രചയിതാവ്? ഒന്ന് കാണിച്ചതാ, പറഞ്ഞതാ.
ഈ ലോകത്തുള്ള ഏത് പുസ്തകങ്ങളും ഭൂമിയുടെ മുകളിലുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഭൂമിക്കകത്ത് ഇനി നടക്കാൻ പോകുന്ന മറ്റൊരു ലോകത്തിലേക്ക് മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത, അവൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത അദൃശ്യ ലോകത്തെ കുറിച്ച് പ്രഖ്യാപിക്കാനും ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്താനും ഏത് ഗ്രന്ഥ ലോകത്തുണ്ട്? പറഞ്ഞതാ. അതൊരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അതൊരു അധിപര ശക്തിയെ കൊണ്ടേ കഴിയുള്ളൂ. ആ ശക്തിയാണ് അള്ളാഹ്. ആ ശക്തി ഒരുവനാണ്, അവൻ ഏകനാണ്. അവനിൽ വിശ്വസിക്കണമെന്നാണ് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അത് വിശ്വസിച്ചിട്ട് ആ തൗഹീദിനെ വലിച്ചെറിഞ്ഞിട്ട് ഷിർക്കിന്റെ പിന്നാലെ പോയാൽ കൈഫ യഹ്ദില്ല, ഞാൻ എങ്ങനെ അവർക്ക് ഹിദായത്ത് കൊടുക്കും? ഇല്ല. അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. പോയില്ലേ, തകർന്നില്ലേ? വശഹിദു അന്ന റസൂല ഹഖ് വജഅഹുൽ ബയ്യിനാത്ത്. അല്ലാഹു പറഞ്ഞ വാക്കെന്താ? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അവൾ ഇസ്ലാമിനെ ആക്ഷേപിച്ചവളാ, ഇസ്ലാമിക ശരീഅത്തിനെ അപമാനിച്ചവളാ, അല്ലാഹുവിന്റെ റസൂലിനെ അപമാനിച്ചവളാ, ബൈത്തുൽ മുഖദ്ദസിനെ അപമാനിച്ചവളാണ്, കഅബ ശരീഫിനെ അപമാനിച്ചവളാണ്, മദീന മുനവ്വറയെ അപമാനിച്ചവളാണ്. അതുകൊണ്ട് അവൾക്ക് ഹിദായത്തില്ല, അവർക്ക് ഹിദായത്തില്ല. അവർ ലാലിമാണ്, അക്രമികളാണ്. കൈഫ യഹ്ദില്ല, അവർക്കെങ്ങനെയാണ് അല്ലാഹു ഹിദായത്ത് നൽകുക? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. അവരുടെ പര്യവസാനം എവിടെ? അവരുടെ പര്യവസാനം എവിടെ? ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനതല്ലാഹ് വൽ മലായികതി വൻ നാസി അജ്മഈൻ. അവൾക്കുള്ള കൂലി, അവളുടെ കൂലി, അവന്റെ കൂലി. ഇസ്ലാമിക ശരീഅത്തിനെ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ഇതിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിട്ട് അതിൽ നിന്ന് ഒളിച്ചോടി പോകുന്നവൾ, അല്ലാഹ് പറയാണ് അവളുടെ കൂലി, അവൾ നിത്യമായും, അവൾ കാലാകാലവും ശപിക്കപ്പെട്ടവളാണ്. അല്ലാഹുവിന്റെ ശാപം, വൽ മലായിക, മലായികമാരുടെ ശാപം, വന്നാസി അജ്മഈൻ, സകല ജനങ്ങളും. അവൾ പോയില്ലേ മുടിയാൻ, തകരാൻ, നശിക്കാൻ. അവസാനം വേശ്യാലയത്തിൽ പോയി അവൾ ചാവും. അങ്ങനത്തെ പുഴുപിടിച്ച് ചാവും, പുഴുത്തി ചാവും. അതാണ് അവസാനത്തെ ഗതികേട്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈ ശാപം അവളുടെ മേലേക്ക് ഇറങ്ങി. ഈ ശാപം ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ശാപം കയറിപ്പോയി അവളുടെ മേലേക്ക്. അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ, ഖുർആനല്ലേ ഇത്. എന്നെ നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഖുർആൻ പറഞ്ഞ വാക്കാണ്, അല്ലാഹ് പറഞ്ഞ വാക്കാണ്. ലഅനത്തുല്ലാഹ് വൽ മലായികതി വൻ നാസ് അജ്മഈൻ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാക്കാ ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബ് വലാ ഹും യുൻളറൂൻ. ഒരു എക്സ്ക്യൂസും ഇല്ല. നാളെ ആഖിറത്തിൽ അല്ലെങ്കിൽ ശിക്ഷ അവരെ നേരിടുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ അവൾ പോയിട്ട് പശ്ചാത്തപിക്കുകയാണ്. ഒരു പരിഹാര മാർഗമുണ്ടോ നാദാ? ഉണ്ടോ നാദാ? ലാ യുഖഫഫു അൻഹുമുൽ അദാബ്. അവളുടെ മേലുള്ള ശിക്ഷകൾക്ക് ഒരു കുറവും അല്ലാഹു വരുത്തുകയില്ല. ഒരലിവും അല്ലാഹുക്ക് തോന്നൂല, ഒരു കുറവും അല്ലാഹു തആല ചെയ്യൂല. നല്ല നിലയ്ക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഉണ്ടാകും. ഒരവധി കൊടുത്തിട്ട് ഇനിയെങ്കിലും നീ ഒന്ന് തിരിഞ്ഞ് മനസ്സിലാക്കി പശ്ചാത്തപിക്കും. അതിനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താ? ഈമാൻ ഉണ്ടായിട്ട് അത് കളഞ്ഞിട്ട് പോയവളാണ്. അതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പെണ്ണ് 20 വർഷം വരെ ഇസ്ലാമിൽ നിന്നവളാണ്. 21ാമത്തെ വർഷം അവൾ കുഫറിനെ ഇഷ്ടപ്പെട്ട് ഒളിച്ചോടിപ്പോയി. 1 വർഷം കുഫറിൽ താമസിച്ചു, വീണ്ടും തിരിച്ചു വന്നു 22ാമത്തെ വയസ്സിൽ. 21 വർഷത്തെ അവളുടെ സകല അമലുകളെയും അല്ലാഹു ഡിലീറ്റ് ആക്കി കളയും, നന്മകളെ ഡിലീറ്റ് ആക്കി കളയും. 23ാമത്തെ വയസ്സിൽ അവൾ മരിച്ചാൽ ഈ 20 വർഷത്തെ ശിക്ഷയും അവൾ അനുഭവിക്കേണ്ടി വരും.
ചില ആളുകൾ കൊണ്ടോട്ട് ഷിർക്കിലേക്ക് പോയ പെണ്ണിനെ മുസ്ലിമാക്കി തിരിച്ചു കൊണ്ടുവരുമല്ലോ. നമ്മൾ മനസ്സിലാക്കണം. ഒളിച്ചോടി പോയ ശൈത്താനെയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ട് തലയ്ക്ക് പിടിച്ചൊഴിഞ്ഞ് 3 തേങ്ങായും ഉടച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കും. എന്തൊരു ഷഹാദത്ത് കലിമ, എന്ത് ഷഹാദത്ത് കലിമ, ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുത്താൽ അവർക്ക് എന്ത് ഷഹാദത്ത് കലിമ? നമ്മുടെ മുന്നിൽ ഷഹാദത്ത് കലിമ ചൊല്ലിട്ട് അടിയിൽ കൂടെ വേറെ പരിപാടിയാണ്. ഈ ഷഹാദത്ത് കലിമ ചൊല്ലി ഇനി മുസ്ലിമായെന്ന് വെച്ചോളി. ഈ 20 വർഷം അല്ലെങ്കിൽ 25 വർഷം, ഇപ്പൊ 40 വയസ്സ് അതൊക്കെ ഒളിച്ചോടുന്നത്. ഈ 40 വയസ്സ് ഓടുന്നത് ഈ ഷിർക്കിന്റെ പിന്നാലെ പോകുമ്പോൾ ഈ 40 വർഷം അവൾ ചെയ്ത നിസ്കാരം, ഇബാദത്ത്, നന്മകളുണ്ടല്ലോ, അത് മുഴുവനും അല്ലാഹു തആല ഡിലീറ്റ് ആക്കും. എന്നിട്ട് 41ാമത്തെ വയസ്സിൽ ഇവൾ ഇസ്ലാമിനെ സ്വീകരിച്ച് വീണ്ടും കടന്നു വന്ന് പശ്ചാത്തപിച്ച് തൗബ ചെയ്തു. എന്നാലും അവൾ ഈ 40 വർഷം നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് ഇസ്ലാം. നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ എന്താ വിചാരിച്ച് എന്നാലും അവന്റെ കൂടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന ശാശ്വതമല്ല, ഇയാളായിരിക്കും പറ്റിപ്പോയി, അള്ളാഹ് പറ്റിപ്പോയി, അള്ളാഹ് ഇനി അങ്ങനെ പോയില്ല, അള്ളാഹ് പോയില്ല, കുഴപ്പമൊന്നുമില്ല, ഇനി പോയില്ല, ഇനി പോകാതിരുന്നാൽ മതി, പോയതിന് ഇടി വേറെ ഉണ്ട്. ഇസ്ലാമിക നിയമം അതാ. ആർക്കും അറിയില്ലല്ലോ സംഭവം. നമുക്കറിയോ? എല്ലാവരും വിചാരിച്ചെന്താ, ഓഹോ പോയെങ്കിലും 2 ദിവസമേ കഴിഞ്ഞുള്ളൂ, പെട്ടെന്ന് ഇഞ്ഞ് വന്നു. 2 ദിവസമേ ഷിർക്കിൽ കഴിഞ്ഞുള്ളൂ. ഇപ്പൊ മാലയിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ പിടിച്ചോണ്ടിഞ്ഞ് വന്നു. മാല ഇട്ടോ, 18 വർഷം നിന്റെ ഡിലീറ്റായി. ഖുർആനും ഹദീസും ദിക്റും സ്വലാത്തും ഇസ്തിഗ്ഫാറും എല്ലാം ഡിലീറ്റായി. ആ 18 വർഷം നീ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ നീ നരകത്തിൽ കിടന്ന് ഇടി കിട്ടിയിട്ട് പിന്നെ അള്ളാഹ് വലിയ ഔദാര്യം ചെയ്താൽ കയറി പോകാം. ഞാൻ വെറുതെ പറയല്ല, ഖുർആൻ ആയത്തോടെ ഒതുക്കിപ്പിച്ചേരാ. ഇന്നല്ലദീന ആമനൂ ഇന്നല്ലദീന കഫറൂ ബഅദ ഈമാനിഹിം ثم ازدادوا كفرا لن تقبل توبتهم واولئك هم الضالون. ഞാനീ പറയുന്നത് കൂട്ടിട്ട് മോശമായിട്ട് പോകുന്ന കേസിട്ടായി പറയുന്നത്. ഖുർആൻ കബറിലെ കൂട്ട് കബറിലേക്ക് പോവാണ്. കബറിൽ പോകുന്നതിന് മുമ്പ് ഭൂമിയുടെ മുകളിലെ കൂട്ടുകാരൻ ആരാന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് ഖുർആനായത്താണ്. മനസ്സിലായില്ലേ? അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ. ഫലം തുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർളി ദഹബൻ വലവ് ഇഫ്തദാ ബി. ഈമാനിന് ശേഷം കുഫറിലേക്ക് പോയ ഒരു വ്യക്തി, അവർ മരിച്ചുപോയി, അവർക്ക് വേണ്ടി നാളെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ ഈ ഭൂമി നിറയെ നിങ്ങൾ സ്വർണവും വെള്ളിയും സദഖയായി നൽകിയാൽ ഇത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയും ചവറ്റുകൊട്ടയിലേക്ക്. ഈ ഭൂമി നിറയെ സ്വർണവും വെള്ളിയും. ഒരു കാഫിറത്തിനെ രക്ഷപ്പെടുത്താൻ, നമ്മുടെ ഒരു പെണ്ണ് ശിർക്കിലേക്ക് പോയി, കുഫറിലേക്ക് പോയി, അവളെ രക്ഷപ്പെടുത്താൻ അവളുടെ ഈ ഭൂമി നിറയെ സ്വർണവും വെള്ളിയും അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ തീരുമാനിച്ചാലും അതിൽ നിന്ന് ഒരു തരിമ്പ് പോലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അവൾ പിഴച്ചവൾ, അവൾ നരകത്തിന്റെ അവകാശി. പോയില്ലേ? തീർന്നില്ല ഹബീബേ. എന്താ നിങ്ങൾ വിചാരിച്ചേ? അള്ളാഹിനോടുള്ള കളി? അള്ളാഹിനോടാണോ കളി? എന്താ വിചാരിച്ചത്? ഖുർആന്റെ വാക്കാ. അല്ലാഹു ഉപയോഗിച്ചെന്താ? ഇന്നല്ലദീന കഫറു ബഅദ ഈമാനിഹിം ثم ازدادوا كفرا لن تقبل توبتهم. لن تقبل توبتهم. കാഫിർ ഈമാനിൽ നിന്ന് കുഫറിനെ ഇഷ്ടപ്പെട്ട് കുഫറിലേക്ക് പോയി, അവരുടെ തൗബയ്ക്ക് സ്വീകാര്യമില്ല. വൗലായിക ഹുമുൽ ളാലിൻ. അവർ പിഴച്ചവർ തന്നെയാണ്. അവർ പിഴച്ചവർ തന്നെയാണ്. പണ്ടാരടങ്ങാൻ നീ ശിർക്കിനെ പിടിച്ചോണ്ട് പോകണം. ഒരു മുസ്ലിമിന്റെ കൂടെ വിളിച്ചോടി പോവില്ലെന്ന് പറഞ്ഞാൽ കേൾക്കൂല. എല്ലാം മുട്ടിയിരിക്കുകയാണ്, പോകാൻ രക്ഷയില്ല. ഇപ്പൊ നമ്മളിപ്പോ പോകണ്ടെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ കൂടെ പോകും, ഈമാനുള്ളവന്റെ കൂടെ വിളിച്ചോടിപ്പോ. എന്നാലും മുശ്രിക്കാവൂലല്ലോ, കാഫിറാവൂലല്ലോ. ഇത് കുഫറിനെ ഇഷ്ടപ്പെട്ടു പോവല്ലേ. അവസാനം എവിടെയൊക്കെ പോയി എത്തുന്ന മോളെ? എവിടെയൊക്കെ പോയി എത്തുന്നത്? നിന്റെ ഖബറിൽ വരുന്ന കൂട്ടുകാരി ആരായിരിക്കും? അതാണ് നമുക്ക് വിഷമം സഹിക്കാൻ വയ്യാത്തത്. അതാണ് ഞാൻ ഈ ഓതിയായത് നേരത്തെ. ഖാലിദീന ഫിഹാ നഊദു ബില്ലാഹ് ലാ യുഖഫഫു അൻഹുൽ അദാബ്. മാത്രല്ല ഇവരുടെ ഈ ഇങ്ങനെ പോകുന്നവരുടെ റൂഹിനെ പിടിക്കുന്നതും അല്ലാഹു തആല വളരെ മൃഗീയമായിട്ടാണ്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ.
അല്ലാഹു തആല പിടിക്കുന്നത് ഈ കോലത്തിലാണ്. എങ്ങനെ? അൽയൗമ തുജ്സൗന അദാബൽ ഹുൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അല്ലാഹുവിന്റെ മേൽ ഇല്ലാത്തത് നീ പറഞ്ഞവനാണ്. തീർന്നില്ല. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അല്ലാഹുവിന്റെ ആയത്തിനെ ധിക്കരിച്ച്, അഹങ്കരിച്ച്, കിബിർ കാണിച്ച് അതിനെതിരെ പല്ലിളിച്ച് നടന്നവനാണ്. അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ ഇതാണ്. ഇങ്ങനെ മരിക്കാനാണോ ആഗ്രഹിക്കുന്നത് കൂട്ടുകാരി? ഇങ്ങനെ മരിക്കാനാണോ ആഗ്രഹിക്കുന്നത്? എന്തായാലും ഒരിക്കൽ ഒരു മരണമുണ്ടാകും, അത് യാഥാർത്ഥ്യമായിരിക്കും. ആ മരണം നല്ല മരണമായാൽ നിനക്ക് ആ ഖബറിൽ ആ നല്ല മരണം കൂട്ടുകാരനായിട്ട് വരും. ആ മരണം ദുനിയാവിൽ അത് മോശമാണെങ്കിൽ ആ മോശമായ അവസ്ഥയിലായിരിക്കും നീ ഖബറിലേക്ക് പോവുക. അതുകൊണ്ട് ഖബറിലെത്തുന്ന നന്മകൾ എന്താണ്, കൂട്ടുകാരെന്താണ്, ഖബറിലെത്തുന്ന നല്ലവർ ആരാണ്, മോശമായവർ ആരാണ്, അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ ബഅദി മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി ഇൽമൻ അല്ലമഹു വനശറഹു. മരണപ്പെട്ടതിന് ശേഷം ഖബറിൽ അവനെ സഹായിക്കുന്ന കൂട്ടുകാർ ആരൊക്കെ? അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നല്ലപോലെ ശ്രദ്ധിച്ചോ. അല്ല നിങ്ങൾ ഈ പറയുന്ന സമൂസായോ പൂവമ്പഴവും രസകദളിയോ ഒന്നും അങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട കേട്ടോ. നല്ലപോലെ മനസ്സിലാക്കിയോ കൊള്ളാം. ഈ ഹദീസ് നബി ഞങ്ങൾ പറഞ്ഞ വാക്കാണ്. സഹീഹ് ഇബ്നു മാജ. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സഹോദരിമാരെ നല്ലപോലെ മനസ്സിലാക്കും. കൂടുതൽ സഹോദരിമാർക്കാണ് ഇപ്പൊ ഈ അള്ളാഹയെ കുറിച്ച് പേടിയില്ലാത്ത, വല്ലാഹി സത്യം അള്ളാഹയെ പേടിയില്ലാത്ത പെണ്ണുങ്ങൾക്കാണ്. അതുകൊണ്ടല്ലേ ഈ പോണത്. അള്ളാഹെ പേടിയില്ല. എന്ത് കല്ലി വല്ലി വ്യഭിചരിക്കാനൊന്നും ഒരു പേടിയില്ല. ചുമ്മാ ചായ കുടിക്കുന്ന പോലെ നായനാര് പറഞ്ഞ പോലെ ഒന്നൊരു പേടിയേ ഇല്ല. സംഭവം കല്ലി വലിയ സംഭവം. തക്കം കിട്ടിയാൽ എവിടെ മൂലക്കെങ്കിൽ മൂല കഥവന്റെ സൈഡിലേക്ക് പത്തായത്തിലേക്ക് പത്തായത്തിന് കട്ടലടിയിൽ കട്ടൽ എവിടെയെങ്കിലും ഒക്കെ അതൊരു പേടിയില്ലെന്ന് സംഭവം. ഒരു ചായ കുടിക്കുന്ന പോലെ പേടിയില്ല. അള്ളാഹെ പേടിയില്ല. അതൊരു പേടി. ഒരു ചുമ്മെങ്കിലും ഒരു പേടി വരും. കാരണം ഈ തെറ്റുകൾ ചെയ്ത് 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 മൊത്തം കൽബിന്റെ ഉള്ളില് പൂപ്പ് ക്ലാവ് പിടിച്ചുപോയി. ഇനി അതെന്താവൂല, മാഫി ഫായിദ. ആ പാത്രം ഇനി മാഫി ഫായിദ. അതുകൊണ്ട് ഗുണമില്ല. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും തെറ്റ് ചെയ്യാൻ ഒരു പേടിയില്ലാതെ പോകുന്നത്. ആദ്യമൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു പേടിയാണ്. അസ്തഗ്ഫിറുല്ലാ, പെട്ടെന്നുള്ള ഞാൻ ചെയ്തു പോയ പ്രശ്നം മാപ്പക്കണേ അല്ലാഹ്, ഒരു പേടിയുണ്ടാവും. ശരിയാണ്. പിന്നെ വീണ്ടും 2, 3, 4, 5, 6, 7 എല്ലാം തൗബുണ്ട് എന്ന് പറഞ്ഞു പിന്നെ കല്ലി വലിയ പേടിയൊന്നുമില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹയെ ഭയപ്പെടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കരീം. രഹസ്യത്തിൽ അല്ലാഹയെ ഭയപ്പെടുന്നവർക്ക് വലിയ കൂലിയാണ്. രഹസ്യത്തിൽ അല്ലാഹയെ ഭയപ്പെടുന്നവർക്ക് വലിയ കൂലിയാണ്. അത് കിട്ടണം. അത് കിട്ടിയാൽ വലിയായി. അവൻ യഥാർത്ഥ വലിയെന്ന് പറയുന്നത് അതാണ് സംഭവം. രഹസ്യത്തിൽ അല്ലാഹയെ പേടിക്കണം. പക്ഷെ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയോ? നമ്മൾ പ്രസംഗിക്കുമ്പോൾ അടിച്ചു പൊളിച്ച് പ്രസംഗിക്കും. ഷാളിട്ട് നടക്കുമ്പോൾ വലിയ ഷേഖുനായിട്ട് നടക്കും. പിന്നെ ഷാളൊക്കെ ഊരി ഒന്നുമില്ലാതെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബർമൂടായിട്ട് ആരാ ഇവനാരാ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ അല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പഠിച്ചോനെ, നമ്മളൊക്കെ ദുആഫാക്കളാണ്, ഫഖീറാണ്. അള്ളാഹുവിനെ ഞങ്ങൾ അപമാനിക്കല്ലേ പഠിച്ചോനെ. ഞങ്ങളുടെ പാവങ്ങൾ കാരണമായി ഞങ്ങൾ അപമാനിക്കല്ലേ അള്ളാഹുവെ. ഞങ്ങളെ ഇസ്സത്തിലാക്കണേ പഠിച്ചോനെ, ഇഫത്തിലാക്കണേ പഠിച്ചോനെ. നമ്മളെല്ലാം തെറ്റുകാരാ ഹബീബേ. തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ തൗബ ചെയ്യണം അള്ളാഹുലേക്ക്. തെറ്റുകൾ ചെയ്യാത്ത ആരുമില്ല. തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ തൗബ ചെയ്ത് പെട്ടെന്ന് അള്ളാഹിലേക്ക് മടങ്ങണം. ഇത് ചുമ്മാ പിന്നെയും ഒരുമാതിരി സ്നാക്ക് കഴിക്കുന്ന പോലെ, സ്നാക്സ്, ചായക്ക് കടി, സ്നാക്സ്, അതുപോലെ ആയിപ്പോയില്ല സംഭവം. പിന്നെ അങ്ങനെ അള്ളാഹ് ഓർക്കുന്ന അല്ലാഹു തആല പറയുന്നത് വലം യുസിറു അലാ മാ ഫഅലു. നീ തൗബ ചെയ്തു, പക്ഷെ നീ അതിൽ സ്ഥിരമായിട്ട് പണിയെടുത്ത സ്നാക്സ് കഴിക്കാൻ നിൽക്കരുത്. സ്ഥിരമായിട്ട് സ്നാക്സ് കഴിക്കാതിരുന്ന പാവം പോർക്കാർ ഇത്തിരി ബുദ്ധിമുട്ട്. നീ ചെയ്തു പോയി 1-2 പ്രാവശ്യം അല്ലാഹുവേ ഞാൻ 2 കടി കടിച്ചു പോയി, എന്ത് ചെയ്യണം, മാപ്പാക്കി. തൗബ ചെയ്ത് അള്ളാഹിന്റെ അടുക്കൽ പൊരുത്തം വാങ്ങി നമ്മൾ അള്ളാഹിലേക്ക് മടങ്ങി ഇൻഷാ അല്ലാഹ് ഇനി നീ കടിക്കാതെ സൂക്ഷിച്ചാൽ മതി. സംഭവം അതാണ് അതിന്റെ അർത്ഥം.
അല്ല പിന്നെയും പോയിട്ട് പിന്നെ തൗബ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് പല മിസ്റും അല്ല അറിഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ മുന്നിലേക്ക് ചാടാന്നാൽ അത് അള്ളാഹ്ക്ക് പിടിക്കൂല. അതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിന് തൗഫീക്ക് തരട്ടെ. തെറ്റിയാത്തവരാരും ഇല്ല അബിവേ, എല്ലാവരും തെറ്റുകൾ ചെയ്യും. നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ നമ്മുടെ തെറ്റുകളൊക്കെ അതിനെ അള്ളാഹു തആല ക്യാമറ വെച്ച് ഫിറ്റ് ചെയ്തേക്കുന്നത്? എവിടെ ക്യാമറ? എല്ലായിടത്തും ഉണ്ട്. അല്ലേ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പഠിച്ചവനെ. നമ്മളിപ്പോൾ ഒരു ഇപ്പം പണ്ടത്തെ പോലെ അല്ലേ, ഇപ്പോൾ കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിലും നമ്മൾ എന്തെങ്കിലും എടുക്കണമെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ നോക്കും, വല്ല സാധനം ഇരിപ്പുണ്ടോ എന്ന്. വണ്ടി ഓടിക്കുമ്പോഴും വീട്ടിൽ പോകുമ്പോഴൊക്കെ നോക്കും, അതൊക്കെ വല്ല ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇപ്പം അങ്ങനെയാണല്ലോ. എല്ലായിടത്തും ക്യാമറ ഉണ്ട്. അതാണ് ക്യാമറ. രഹസ്യ ക്യാമറ അല്ല, അതാ രസം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ CCTV, നിങ്ങൾ ക്യാമറയിൽ നിങ്ങൾ നിരീക്ഷകരാണ്, നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. രഹസ്യം അല്ലല്ലോ, അതാ രസം. രഹസ്യമല്ല. പോലീസുകാരാണെങ്കിലും അത് രഹസ്യമായിട്ട് എടുക്കാൻ പാടില്ല എന്നാണ്, പരസ്യമാക്കണം എന്ന്, എന്നിട്ട് വേണം നോക്കാൻ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവിടെ അപ്പുറത്ത് ക്യാമറ വെച്ചിട്ട് ഇവിടെ ക്യാമറ ഉണ്ടെന്ന് എഴുതി വെക്കുന്നത് ഫ്രണ്ടിൽ. മനസ്സിലായില്ലേ? പിന്നെ അറിയിച്ചില്ല എന്ന് വേണം. അതാ അള്ളാഹ് ഖുർആനിലും പറഞ്ഞതാ, ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അള്ളാഹും ഖുർആനിൽ നേരത്തെ പറഞ്ഞിട്ടാ ഫിറ്റ് ചെയ്തത്. വകുല്ല ഇൻസാൻ അൽസംനാഹു طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. ആഖിറത്തിൽ പോകുമ്പോൾ നമ്മുടെ ക്യാമറ CD എടുത്തിട്ട് വലിയൊരു കിതാബാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുക. എൻ്റെ 12 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള മുഴുവൻ CD ഇതിനകത്തുണ്ട്. 12 വയസ്സ് വരെ ബാലികാവുന്നത് വരെ അള്ളാഹു ഒഴിവാക്കി തരും. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം അതിലുണ്ട്. വലിയൊരു കിതാബായിട്ട്, CD ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ തൊട്ട് മറ്റേ പിന്നെ 3D 4G 6GB അതെന്താ 1TB 2TB ഒന്നും ആവില്ല സംഭവം. അതെല്ലാം പൊട്ടിത്തെറിച്ചു പോകും. അത്രയ്ക്കും പണിയല്ല നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയൊരു കിതാബാക്കി അള്ളാഹു വെച്ചേക്കാം. 2 വർഷം ജയിലിൽ കിടക്കുന്നവനെ കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്ന നമ്മൾ വായിച്ചിട്ടില്ല. 25,000 പേജുള്ള കുറ്റപത്രം. എൻ്റെ ജീവിതത്തിൽ 25,000 കേട് കണ്ടിട്ടില്ല. അതാ കൊണ്ടുപോയി കൊടുക്കുന്നത്. ടിപ്പറിനകത്ത് ഇവന്റെ കുറ്റപത്രം കോടതി കൊണ്ട് സമർപ്പിക്കുന്നു, ടിപ്പറിൽ. കാരണം ഇത് ആര് പൊക്കിക്കൊണ്ട് പോകാൻ 25,000? കേവലം ഒരു 2 വർഷം പണിയെടുത്ത ഒരു തെറ്റ് ചെയ്തവന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഈ 40 വർഷവും 30 വർഷവും 35 വർഷവും 25 വർഷവും ഒക്കെ തെറ്റ് ചെയ്ത് നമ്മുടെയൊക്കെ സീഡിക്കകത്താക്കിയ പൊട്ടിത്തെറിച്ചു പോയത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ വാക്കെന്താ? വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ. ആ ക്യാമറ നാം ഖിയാമത്ത് നാളിൽ പുറത്തെടുക്കും. കിതാബാ, ഒരു വലിയ പുസ്തക രൂപത്തിൽ. യൽഖാഹു മൻശൂറാ, തുറന്ന പുസ്തകം. തുറന്നു വെച്ചേരും. ഏയ് അബൂബക്കർ വാ. കുറച്ചവനെ പേടി വരും. വിളിക്കാൻ അല്ലാഹു തആല എന്താ രംഗമല്ലേ. ഒരു ഹദീസ് കേൾക്കണം നിങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, നമ്മളൊക്കെ ചെയ്ത തെറ്റുകൾ നമ്മൾ എത്ര തൗബ ചെയ്താലും ഹജ്ജ് ചെയ്താലും അല്ലാഹ് പുറത്തു വരും. പക്ഷെ എന്നാൽ ചെയ്ത തെറ്റ് അല്ലാഹ് നമ്മളെ രഹസ്യമായിട്ട് കാണിക്കും.